എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അഭിനയിച്ച ക്ഷീണം പിടിച്ച ഇവക്ക്? നിങ്ങൾ എത്തിയോണ്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത്. നീ എന്താ ചോദിച്ചാൽ ഇവിടെ അഭിനയിച്ച് ക്ഷീണിച്ചതാണോ? അഭിനയിച്ചാലല്ലേ ക്ഷീണം ഉണ്ടാവുള്ളൂ. പിന്നെ ചേച്ചി എന്തിനാ ഇപ്പൊ രാവിലെ ഒരുങ്ങി കെട്ടിപ്പോയ പിന്നെ അഭിനയിച്ചില്ലേ? ഇത് വയ്യടാ, എന്റെ ആവശ്യമൊന്നും ഒന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛൻ്റെ അടുത്ത് ഈ ചേച്ചിനെ കൊണ്ടൊന്നും പറ്റത്തില്ല. എടി അതൊന്നും അല്ല പ്രശ്നം. ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തൊട്ട് കക്കൂസിലായിരുന്നു ഇരിപ്പ്. അയ്യേ എടി അങ്ങനല്ല സംഭവം. ഇവക്ക് രാവിലെ തൊട്ട് വയറിളക്കം, ഇവള് ഫുൾ ടൈം കക്കൂസിലായിരുന്നു. അവർക്ക് അഭിനയിക്കാൻ ഇവിടെ കിട്ടാത്തതുകൊണ്ട് വേറെ പെണ്ണിനെ കൊണ്ടൊന്ന് ഷൂട്ട് ചെയ്തു. ഇവക്ക് ഇത്ര പെട്ടെന്ന് തോറ്റില്ല പിടിച്ചേ? അച്ഛനല്ലേ പറഞ്ഞേ സൗന്ദര്യം വയ്ക്കാൻ വാഴപ്പിണ്ടി കഴിച്ചാതിന്. ഞാൻ വേവിച്ചും പച്ചയ്ക്കും ഒക്കെ കുറെ കഴിച്ചു. എന്റെ പൊന്നു ചേച്ചി, വാഴപ്പിണ്ടി അങ്ങനെയൊക്കെ തിന്നുവാണെ വയറ് മൊത്തം ഇളകി അങ്ങ് പോവില്ലേ? ചേച്ചിക്ക് ബോധമില്ലേ? അപ്പൊ ചുരുക്കം പറഞ്ഞ അഭിനയൊന്നും നടന്നിട്ടില്ല അല്ലേ? വെറുതെ ഈ വണ്ടി ഉരുട്ടി പെട്രോൾ അടിച്ച് അവിടെ വരെ പോയി, വെറും വേസ്റ്റ്. അങ്ങനെ നീ പറയരുത്. ഇവൾ അഭിനയിച്ചില്ലെങ്കിലും നമ്മുടെ വണ്ടി നല്ല ഗ്രാൻഡായിട്ട് അഭിനയിച്ചു. ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ അതിനുള്ള പൈസ തന്നു. കേട്ടോടാ മക്കളെ, ഇനി നിനക്ക് വണ്ടി വിൽക്കാൻ തോന്നുന്നുണ്ടോടാ? ഇനി വണ്ടി വിൽക്കുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. അല്ല നീ എന്തിനടിച്ചിരിക്കുന്ന? അല്ലമ്മേ, വണ്ടിയെങ്കിലും അഭിനയിച്ചല്ലോ. നായികക്ക് കുറച്ച് ഗ്ലൂക്കോസ് കലക്കി കൊടുക്ക്, ക്ഷീണം കാരണം. ഒരു സുഖില്ല. കക്കൂസിലോട്ടല്ലേ? ആഹാ, ഓ എങ്ങനെയുണ്ട് അച്ഛാ? പെരും നല്ല സുഖം. എന്റെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കിയേ. എന്റെ കൈ വയ്യെന്ന് പറഞ്ഞപ്പോ മസാജ് ചെയ്യാൻ 2 മക്കൾ. ഇനി കാല് വയ്യെന്ന് പറഞ്ഞാൽ മസാജ് ചെയ്യാൻ വേറെ 2 മക്കള്. ഭഗവാനെ, അച്ഛനെ അച്ഛനായിട്ട് കിട്ടിയതാണ് ഞങ്ങളുടെ ഭാഗ്യം. എന്നെ മകനായിട്ട് കിട്ടിയത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഭാഗ്യം. എന്നെ ഭർത്താവായിട്ട് കിട്ടിയത് നിങ്ങളുടെ അമ്മയുടെ ഭാഗ്യം. നീ ഇപ്പൊ പറഞ്ഞ പോലെ എന്നെ അച്ഛനായിട്ട് കിട്ടിയത് എൻ്റെ മക്കളുടെ ഭാഗ്യം. അച്ഛൻ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഹായിച്ചിരുന്നില്ലേ? അതുകൊണ്ടാ അച്ഛനോട് ഞങ്ങൾക്ക് ഇത്രയ്ക്ക് സ്നേഹം. അതെപ്പോഴും അങ്ങനെ ആയിരിക്കടാ. എൻ്റെ മക്കൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അച്ഛൻ സഹായിച്ചു തന്നിരിക്കും. അങ്ങനെയാണെങ്കിലേ അച്ഛൻ ഞങ്ങളുടെ ഒരാഗ്രഹം കൂടി സഹായിച്ചു തരാൻ പറ്റൂ? ഒന്നല്ല, 1000 ആഗ്രഹം ഉണ്ടെങ്കിലും അച്ഛൻ സഹായിച്ചു തന്നിരിക്കും. ഉറപ്പ്? ഉറപ്പ്, വാക്ക്. എന്നാലേ നമുക്ക് ഇവിടെ ഒരു ഹോം തിയേറ്ററും കൂടെ വേണം അച്ഛാ. എന്തുവാണ് ഇത്? അതൊക്കെ വലിയ കോടീശ്വരന്മാരുടെ വീട്ടിലുള്ള സാധനമാ. നമുക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല. അച്ഛ, അത് അങ്ങനെ വലിയ സംഭവമൊന്നും അല്ല. എല്ലാവരുടെ വീട്ടിലുണ്ട്. എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിലുണ്ടല്ലോ. നിന്റെ ഫ്രണ്ട്സ് എല്ലാം കോടീശ്വരരായിരിക്കും, അതുകൊണ്ടാ. ഇതിന് നിസാര പൈസയുള്ള അച്ഛനൊന്ന് മനസ്സ് വെച്ചാൽ നടക്കുന്നേ. എടാ, ഇത് ഞാൻ ഒരു ബ്രോക്കറേജ് പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു പാവം പ്രകാശനല്ലേ, അല്ലാതെ കോടീശ്വരനൊന്നും അല്ലല്ലോ. എന്തേ? എല്ലാവരുടെ വീട്ടില് ഈ ഹോം തിയേറ്റർ ഒക്കെ ഉണ്ട്. നമ്മളീ ഉമ്മ അതുകൊണ്ടാണ് അച്ഛനോട് ഒന്ന് പറഞ്ഞത് ഞങ്ങൾ 2 കൂടെ. അച്ഛനെ കൊണ്ട് ഒരു ഗുണം ഇല്ലല്ലോ. എടാ, അവനവനെ കൊണ്ട് കഴിയുന്ന കാര്യമല്ലേ വാക്ക് പറയാൻ പറ്റുള്ളൂ. ഈ തിയേറ്ററൊക്കെ വീട്ടിൽ പണിത് തരണമെന്ന് ഞാൻ നടക്കുവോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനെ അച്ഛനായിട്ട് കിട്ടിയ നിർഭാഗ്യമായി പോയി. സത്യം. എന്തുവാ നിർഭാഗ്യമായി പോയി അച്ഛനെ പോലെ ഒരു അച്ഛനെ കിട്ടിയത്. എന്താ പറയാൻ? എടാ, ഇപ്പൊ ഒരു മിനിറ്റ് മുമ്പല്ലേടാ നിങ്ങൾ പറഞ്ഞത് അച്ഛനെ ഇങ്ങനെ അച്ഛനായിട്ട് കിട്ടിയത് ഭാഗ്യമാണെന്ന്. ഒറ്റടിക്കെല്ലാം മാറ്റിയ. അത് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുമെന്ന് പറഞ്ഞോണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഫസ്റ്റ് സാധനങ്ങൾ തന്നെ കേട്ടാ. ഇനി ഈ വലിയ മോഹമൊക്കെ സാധിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മളെ സോപ്പിട്ട് പറഞ്ഞതാ അല്ലേ? വാടി നമുക്ക് പോവാ. കൈവേദന മാറിയിട്ടില്ല, മസാജ് 2 വേറെ ഇല്ല. വിളിച്ചങ്ങോട്ട് തിരുമിക്കുക ഞങ്ങൾ.